സാന്ത്വനം ആവശ്യമുള്ള എല്ലാ രോഗികൾക്കും പരിചരണം നൽകുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കിടപ്പ് രോഗികൾക്കും അവശതയിൽ കഴിയുന്നവർക്കും ആരുടെയും പരിചരണം ലഭിക്കാത്ത അവസ്ഥയുണ്ടാകരുത്. അതിനാണ് സാർവത്രിക പാലിയേറ്റീവ് കെയർ പദ്ധതി നടപ്പിലാക്കുന്നത്. പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളെയും ഒന്നിച്ചണിനിർത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പാലിയേറ്റീവ് കെയർ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളെയും ഒന്നിച്ചണിനിരത്താൻ ലക്ഷ്യമിട്ടാണ് സംസ്ഥാനത്ത് സാർവത്രിക പാലിയേറ്റീവ് കെയർ പദ്ധതി ആരംഭിക്കുന്നത്. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. കിടപ്പ് രോഗികൾക്കും പ്രായാധിക്യം മൂലം അവശത അനുഭവിക്കുന്നവർക്കും ഉൾപ്പെടെ ഈ പദ്ധതിയുടെ സേവനം ലഭ്യമാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മാതൃകാപരമായ രീതിയിൽ നമ്മുടെ നാടിനെ ഒരാളും ചികിത്സ ലഭിക്കാതെ, പരിചരണം ലഭിക്കാതെ, പാലിയേറ്റീവ് പരിചരണം ലഭിക്കാതെ വിഷമിച്ചു പോകരുത്. ആ ഒരവസ്ഥയിലേക്ക് നാടിനെ ഉയർത്തുന്നതിനായി സമൂഹമാകെ ഇതിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടപെടണം. കളമശ്ശേരി രാജഗിരി പബ്ലിക് സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് അധ്യക്ഷത വഹിച്ചു. പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെയും വോളണ്ടിയർമാരെയും മുഴുവൻ ഏകോപിപ്പിക്കുന്ന പാലിയേറ്റീവ് കെയർ ഗ്രിഡിനും ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തുടക്കം കുറിക്കുകയാണ്. സാർവത്രിക പാലിയേറ്റീവ് കെയർ പദ്ധതിയുടെ മാർഗരേഖ ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രകാശനം ചെയ്തു. രാജ്യത്ത് ആദ്യമായി പാലിയേറ്റീവ് കെയറിന് ഒരു കർമ്മ പദ്ധതി രൂപീകരിച്ചത് കേരളമാണെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. 2008 രാജ്യത്ത് ആദ്യമായിട്ടൊരു നയം, ഒരു പോളിസി വേണമെന്ന് ചിന്തിക്കുക. 2019 ആ നയം നമ്മൾ ഒന്നുകൂടി റിവൈസ് ചെയ്തു, ഒന്നുകൂടി പരിഷ്കരിച്ചു. 2023 അതിനൊരു കർമ്മ പദ്ധതി തയ്യാറാക്കി. ഒരു ഭേദവുമില്ലാതെ കൈകോർത്തുകൊണ്ട് സാന്ത്വന പരിചരണം ആവശ്യമായിട്ടുള്ള എല്ലാവർക്കും നമ്മൾ ഉറപ്പാക്കുകയാണ്. സാർവത്രിക പാലിയേറ്റീവ് കെയർ പദ്ധതിയുടെ ഭാഗമായി സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ ഉൾപ്പെടെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പാലിയേറ്റീവ് കെയർ പരിശീലനം ലഭിക്കുന്നുവെന്ന് സർക്കാർ ഉറപ്പുവരുത്തും. സാന്ത്വന പരിചരണം ആവശ്യമായ എല്ലാവർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് സേവനം ഉറപ്പാക്കുക. കൈരളി ന്യൂസ്, കൊച്ചി.